أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الحي لا إله إلا هو فادعوه مخلصين له الدين الحمد لله رب العالمين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ലഭിക്കണമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം, നിർബന്ധമായും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കും. അതതിൻ്റെ കൃത്യതയോടെ നിബന്ധനകളും നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ച് അതിൻ്റെ മര്യാദകളൊക്കെ മനസ്സിലാക്കി അത് നിർവഹിച്ച് അങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തെ കൈകാര്യം ചെയ്യുക. അത് കിട്ടാതെ പറ്റില്ല, നിർബന്ധമായി നമുക്ക് ലഭിച്ചേ പറ്റൂ. അങ്ങനെയുള്ളൊരു കാര്യം, ആ കാര്യത്തിന് നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായി വായിച്ചു നോക്കി എവിടെയും ഒരു തെറ്റുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെ നമ്മൾ കൊടുക്കുക. ഒരു സ്ഥാനാർത്ഥി തന്നെ നോമിനേഷൻ കൊടുക്കുമ്പോൾ അതൊരിക്കലും റിജക്റ്റ് ചെയ്യരുത് എന്നുറപ്പുള്ളത് കൊണ്ട് എത്രയോ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ പഠിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ട് കൊടുക്കുക. ഏതൊരു കാര്യവും അങ്ങനെയാണ്. നമുക്ക് കിട്ടണം, നമുക്ക് ലഭിക്കണം എന്നുറപ്പുള്ള കാര്യം അതിൻ്റെ മര്യാദ അനുസരിച്ച് നമ്മൾ ചെയ്യുക. അതിൻ്റെ മര്യാദകൾ നമ്മൾ പാലിക്കും. മര്യാദകൾ പാലിക്കാതെ നമ്മളൊരു കാര്യം ചെയ്താൽ അത് എന്തായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, അത് തള്ളപ്പെടും. മര്യാദ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആദാബ് എന്നാണ് അതിലെ അറബിൽ പറയുക, ആദാബുകൾ, ഏതൊരു കാര്യത്തിൻ്റെയും മര്യാദകൾ. ഇപ്പൊ ജനങ്ങളോട് മര്യാദക്ക് പെരുമാറാത്ത ഒരു ഭരണാധികാരി, അയാൾ സ്ഥാനഭ്രഷ്ടനാക്കപ്പെടും. ജനങ്ങൾക്ക് കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തും. ജനങ്ങളോട് മര്യാദക്ക് സംസാരിക്കാനും പെരുമാറാനും ഇടപഴകാനും മര്യാദ അറിയാത്ത ആളുകളാണെങ്കിൽ, അതൊരു ഭരണകൂടമാണെങ്കിലും അത് തകർന്നു പോകും. അവിടെ മറ്റ് പകരം ആളുകൾ വരും. അപ്പൊ മര്യാദകൾ പാലിക്കുക എന്നത് നിർബന്ധമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും നമുക്ക് ലഭിക്കണം, കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമാണ്. നമ്മൾ റബ്ബിനോട് പറയുന്ന അപേക്ഷകൾ തള്ളപ്പെടരുത്. റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്, അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രാർത്ഥന, ദുആ. അത് തള്ളപ്പെടാൻ പാടില്ല. അതിനെ മര്യാദകൾ പാലിക്കണം. എങ്കിൽ ഒരു ദുആക്ക് 12 ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. അതാണ് ഒരു സത്യവിശ്വാസി നിർബന്ധമായും അറിയേണ്ടത്. ഈ മര്യാദകൾ പാലിക്കാതിരുന്നാൽ അത് തള്ളപ്പെടും. എന്താണ് ആദാബു ദുആ? 12 മര്യാദകളിൽ ഒന്നാമത്തെ മര്യാദ അൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന വാക്കിന്റെ മലയാള അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ആത്മാർത്ഥത എന്നാണ് നമ്മൾ അതിന് അർത്ഥം പറയുക. അപ്പൊ ദുആ ചെയ്യുമ്പോൾ, ഒരു സത്യവിശ്വാസി ദുആ ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം, ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യണം. അപ്പൊ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുന്ന ഒരാളുടെ ഭാവവും അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ രീതികളും പറയുന്ന ശബ്ദങ്ങളും വാക്കുകളും ഇതൊക്കെയാണോ ഇഖ്ലാസ്?
ഒരാളുടെ പ്രാർത്ഥന ഭയങ്കര ഇഖ്ലാസുള്ള പ്രാർത്ഥനയായിട്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞുള്ള പ്രാർത്ഥന എന്നാണോ അതിൻ്റെ അർത്ഥം? പിന്നെ എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? അത് പരിശുദ്ധ ഖുർആൻ നിരന്തരമായി പ്രാർത്ഥിച്ച ഒരു സമൂഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദുആ ചെയ്തൊരു സമൂഹത്തെക്കുറിച്ച്. അവരുടെ ദുആ ഇഖ്ലാസോടുകൂടി ആയിരുന്നു എന്ന് അള്ളാഹ് പറയാണ്. അതെന്തിനാ അള്ളാഹ് പറഞ്ഞതെന്നറിയോ? ഒരു ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാ. ശ്രദ്ധിച്ചു കേൾക്കണം. നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്തിരുന്നൊരു സമൂഹത്തെക്കുറിച്ച് അള്ളാഹ് പറയാം. അവിടെ പറയുമ്പോൾ അള്ളാഹ് പറയുന്നത് അവർ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിച്ചു എന്നാ, മുഖ്ലിസീങ്ങളായി പ്രാർത്ഥിച്ചു എന്നാ. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവരുടെ പ്രാർത്ഥനയിൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ള പറയാണ്. നമുക്ക് കാണാം ഖുർആനിൽ നമ്മൾ നിരവധി സ്ഥലത്ത് ആ ആയത്തുകൾ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു സ്ഥലമാണ് സൂറത്ത് യൂനസിലെ 22-ാമത്തെ ആയത്ത്. ഹുവല്ലദീ, അവനാണ്, യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും, അവനാണ് കരയിലും കടലിലും നിങ്ങൾക്ക് സഞ്ചാര സൗകര്യം ഒരുക്കി തന്നത്. ഹത്താ ഇദാ കുൻതും ഫിൽ ഫുൽക്കി, അങ്ങനെ നിങ്ങൾ കടലിൽ യാത്രയിലാണ്, കടലിൽ കപ്പലിലാണ് നിങ്ങളുള്ളത്. വജറൈന ബിഹിം ബിരീഹിൻ ത്വയ്യിബ, ആ കപ്പൽ നിങ്ങളെ നല്ല കാറ്റടിക്കുമ്പോൾ, നല്ല കാറ്റ് എന്ന് പറഞ്ഞാൽ പാകമുള്ള കാറ്റ്, അതടിക്കുമ്പോൾ ആ കാറ്റിലേക്ക് കാറ്റ് നിങ്ങളെ കപ്പലിനെ കൊണ്ടുപോകും. അത് ആദ്യകാലത്തെ പായക്കപ്പൽ. കാറ്റടിക്കുമ്പോൾ കപ്പൽ എങ്ങനെ പോകും? കടലിലൂടെ. വഫരിഹു ബിഹ, അങ്ങനെ ഭയങ്കര ആനന്ദമായിരിക്കും, സന്തോഷമായിരിക്കും, ഒരു പ്രശ്നമില്ല. കടലിലെ കാറ്റ് മിതമായ നല്ല കാറ്റാണ്, അത് ആ കപ്പലിനെ അങ്ങനെ കൊണ്ടുപോകും. ജാത് റീഉൻ ആസിഫുൻ, പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വരും. റീഹ് ത്വയ്യിബ നല്ല കാറ്റാണ്, ആസിഫ് എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. ഒരു കൊടുങ്കാറ്റ് അവിടെ കടിച്ചു വീശുമ്പോൾ വജാഹുമുൽ മൗജു മിൻ കുല്ലി മക്കാനിൻ, 4 ഭാഗത്തു നിന്നും ഈ കപ്പലിന്റെ നേരെ തിരമാലകൾ അടിച്ചു വീശും. 4 ഭാഗത്തും തിര വരും, ഒരു ഭാഗത്തു നിന്നല്ല. കൊടുങ്കാറ്റടിക്കുമ്പോൾ വളന്നു അന്നഹു മുഹീത ബിഹിം, അവരുറപ്പിച്ചവർക്ക് മനസ്സിലായി ഇത് ഞങ്ങളെ വലയം ചെയ്തിട്ടുണ്ട്, ഇനി രക്ഷപ്പെടൂല. 4 ഭാഗത്തുനിന്നും കാറ്റാണ്, തിരമാലകൾ 4 ഭാഗത്തുനിന്നും കപ്പലിന്റെ നേരെ അടിച്ചു വീശിയാണ്. കപ്പൽ മുങ്ങുന്നുറപ്പാണ്. ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അപ്പോൾ അവർ മുഖ്ലിസീങ്ങളായി ഇഖ്ലാസോടുകൂടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ലഇൻ അൻജൈതനാ മിൻ ആദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണെങ്കിൽ പടച്ചോനെ ഞങ്ങൾ നിനക്ക് നന്ദി കാണിക്കാം എന്നവർ പറയും. മരിക്കുന്നത് വരെ നന്ദിയോടെ ജീവിക്കാം. ഈ ആഴക്കടലിൽ ഞങ്ങൾ മുങ്ങി മരിക്കാൻ പോവുകയാണ് റബ്ബേ, ഇതിനൊന്ന് രക്ഷപ്പെടുത്തി തന്നാൽ ഞങ്ങൾ മരിക്കണത് വരെ നിനക്ക് നന്ദി കാണിച്ച് ജീവിക്കും. ഫലമ്മ അഞ്ചാഹും, അങ്ങനെ നാം അവരെ രക്ഷപ്പെടുത്തിയാൽ ഇദാഹും യബൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, രക്ഷപ്പെടുത്തി കരക്ക് കൊണ്ടുവന്നാൽ അവരെ നിലപാട് മാറി അവർ പിന്നെയും അതിക്രമങ്ങൾ ചെയ്യും. അല്ലാഹ് പറയാം. ആയത്തങ്ങൾ തുടർന്ന് പോവാണ്. ഇവിടെ കടലിൽ ഒരു വിഭാഗം ആളുകളെ പ്രാർത്ഥന ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് കരഞ്ഞ അവർ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥനക്ക് ഒരു ഇഖ്ലാസും ഇല്ല. കാരണം എന്താ? പ്രാർത്ഥനയ്ക്ക് ഇഖ്ലാസ് ഉണ്ടാകണമെങ്കിൽ ആ പ്രാർത്ഥന ഏത് സന്ദർഭത്തിലും അള്ളാഹിനോട് മാത്രമാകണം. ഇവരെ കടലിലെ പ്രതിസന്ധികളിൽ അവര് കരഞ്ഞു പ്രാർത്ഥിക്കും. രക്ഷപ്പെട്ടാൽ പിന്നെ ഒരു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അവിടെയാണ് അല്ലാഹു തആല ഇഖ്ലാസ് മുഖ്ലിസീന ലഹുദ്ദീൻ. ഇനി ഖുർആനിൽ കാണാം ഫൈദാ റക്കിബു ഫിൽ, വീണ്ടും ഇതേ ആശയം. കപ്പലിൽ അവർ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, കടലിലേക്ക് രക്ഷപ്പെടുത്തിയപ്പോൾ അവരത് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്നു. സൂറത്ത് അങ്കബൂത്തിലെ 65. സൂറത്ത് ലുഖ്മാനിലെ 32 അല്ലാഹ് പറയാം വൈദാ ഗശിയഹും മൗജുൻ ഖല്ലുലൽ, കൂരിരുട്ട് പോലെയുള്ള തിരമാലകൾ അവരെ ആവരണം ചെയ്താൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി, കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഫമിൻഹും മുഖ്തസിദ്, കുറച്ച് ആൾക്കാർ, ചിലർ മര്യാദ പാലിക്കും, മുഖ്തസിദ് ശ്രദ്ധിക്കണം, ചിലർ മര്യാദ പാലിക്കും.
വമാ യജ്ഹദു ബി ആയാത്തിന ഇല്ലാ കുല്ല ഖത്താലിൻ കഫൂർ. നമ്മുടെ ആയാത്തുകളെ നിഷേധിക്കുന്നത് അങ്ങേയറ്റത്തെ പരമവഞ്ചകന്മാരും നന്ദി കെട്ടവരുമല്ലാതെ ആരും നമ്മുടെ ആയാത്തുകളെ ധിക്കരിക്കൂല, നിഷേധിക്കുകയില്ല എന്നുള്ള പറയാം. അപ്പം കുറച്ച് ആൾക്കാർക്ക് അത് വളരെ വലിയ സന്ദേശം കൊടുക്കും, അവർ നന്നാകും, അവർ മര്യാദക്കാരായിട്ട് മാറും. എന്നാൽ ബഹുഭൂരിപക്ഷവും ശിർക്ക് ചെയ്യും. ഇവിടെ ഈ ആയത്തുകളിലൊക്കെയും സഹോദരങ്ങൾ അള്ളാഹ് പറഞ്ഞത് മുഖ്ലിസീന എന്നാ പറഞ്ഞത്. പക്ഷെ അവർ ഇഖ്ലാസ് തകരുന്ന കാര്യം പറയാൻ അത് പറഞ്ഞത്. കാരണം എന്താ? അവര് അള്ളാഹു എല്ലാത്തരോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയുടെ മര്യാദയിൽ ഒന്നാമത്തെ മര്യാദ ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണ്. അതല്ലാതെ ഒരാൾ ഇങ്ങനെ കരഞ്ഞ് നീട്ടി ഉറക്ക ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചാലൊന്നും ആ രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ട് വല്ലാത്ത ഇഖ്ലാസുള്ള പ്രാർത്ഥന എന്ന് പറയാൻ പറ്റൂല. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മര്യാദ ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് ഉണ്ടാകണമെങ്കിൽ അള്ളാഹു മാത്രമായിരിക്കണം. ഖുർആനിൽ കാണാം ഫദുഉല്ലാഹ. അതുകൊണ്ട് ഈ ആശയം അള്ളാഹ് പറഞ്ഞിട്ട്, അള്ളാഹിനോട് ദുആ ചെയ്തൊരു സമൂഹത്തിന്റെ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹ് പറയാ, ഇങ്ങനെ ആവരുത് നിങ്ങളെ പ്രാർത്ഥന, ഇങ്ങനെ ആവരുത്. എപ്പോഴും അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഫദുഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലൗ കരിഹൽ കാഫിറൂൻ. നിഷേധികൾക്ക് എത്ര വെറുപ്പുള്ളതാണെങ്കിലും നിങ്ങൾ അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത്. ഇഖ്ലാസോടുകൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. എന്താ കാരണം? ഇബാദത്താണത്. ദുആ പ്രാർത്ഥന ഇബാദത്താ. അതുകൊണ്ട് ഇതേ വാക്ക് അള്ളാഹ് പറയാ, ഫഅബ്ദില്ലാ, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം, മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം അള്ളാഹ്ക്ക് മാത്രം നിഷ്കളങ്കമാക്കി ഇഖ്ലാസോടെ. ഖുൽ നബിയെ പറയണം, ഇന്നി ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അൻ അഅ്ബുദല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയണം. എന്നിട്ട് വേറെ ആയത്ത് കാണാം, ഇനി കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും കൂടി. ഖുൽ ഇന്നി ഉമിർത്തു, നീ പറയണം ഞാൻ കൽപ്പിക്കപ്പെട്ടത് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ. ഇനി അടുത്തത് എന്താ? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അല്ലാതെ ഇബാദത്ത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ രണ്ട് പ്രയോഗങ്ങളും ഖുർആനിൽ കാണാം. അതുകൊണ്ട് ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. പ്രാർത്ഥന എന്നെന്നും ജീവിച്ചിരിക്കുന്നവനോടാ. മരിച്ച ഉപ്പാപ്പാന്റെ കബറിങ്ങ ചെന്നിട്ട്, പാപ്പാ ഞങ്ങളെ മുറാദ് ഹാസിലാക്കണം, ഞങ്ങളെ കാര്യങ്ങൾ നിർവഹിച്ചു തരണം, ഞങ്ങളെ രോഗങ്ങൾ മാറ്റണം, ഞങ്ങളെ കടങ്ങൾ തീർക്കണം, ഞങ്ങളെ പ്രയാസങ്ങൾ ഇല്ലാതെയാക്കണം, ഞങ്ങളെ രോഗത്തിന് ശമനം നൽകണം, പപ്പാ ഞങ്ങളിതാ തൽക്കാലം കബറിങ്ങന്ന് പോവാണ്, വേറെ ആൾക്കാർ വരും. ഇതാണ് ഇന്നത്തെ ഏത് ഖബർ അടക്കപ്പെട്ട ആളും മരണപ്പെട്ടു പോയി. അവര് ഹുവൽ ഹയ്യ്, ആരാണ്? അള്ളയാണ് ഹയ്യ്. സങ്കടങ്ങളും വേവലാദികളും ആവലാദികളും പരാതികളും പ്രയാസങ്ങളും പറയേണ്ടത് ഹയ്യിനോടായിരിക്കണം. ഹുവൽ ഹയ്യ്, ഹുവൽ ഹയ്യ് ലാ ഇലാഹ ഇല്ലാഹു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലാഹു എന്ന് പറഞ്ഞാൽ ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥതാ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം. അതിന്റെ അർത്ഥം ഹുവൽ ഹയ്യ്, അവനാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാഹു. അതുകൊണ്ട് ഫദ്ഉഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യണം. മുഖ്ലിസൻ ലഹുദ്ദീൻ, കീഴ്വണക്കം അവന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്ത് ഗാഫിറിലെ 65-ാമത്തെ ആയത്ത്. ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇത് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ദുആ ഒരിക്കലും തള്ളപ്പെട്ടു പോകരുത്, നമുക്ക് കിട്ടാതെ പോകരുത്. നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം പ്രാർത്ഥനയാണ്. റബ്ബിനോട് പറയാന്നുള്ളത് തന്നെയാണ്. അത് കിട്ടണമെങ്കിൽ ആ മര്യാദ നമ്മൾ പാലിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രാർത്ഥന തള്ളപ്പെടും. അതിനും വലിയ ദൗർഭാഗ്യം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വേറില്ല. ആരാണ് റബ്ബ്? നമ്മളൊന്ന് മനസ്സുരുക്കി റബ്ബിനോട് പറഞ്ഞാൽ, അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തുന്നത്, എൻ്റെ അടിമ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ, എൻ്റെ അടിമ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ എത്ര ഉത്തരണ്ട്? അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ എത്ര ഉത്തരണ്ട്? അള്ളാഹ്ക്ക് എത്ര ഇസ്മുണ്ട്? നമുക്കെല്ലാം അറിയല്ലോ. പക്ഷെ ഇവിടെ പറഞ്ഞ ഒരേ ഒരു ഇസ്മ ആലോചിക്കണം. എന്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ സമതാണെന്ന് പറയണമെന്നല്ല പറഞ്ഞത്. ഞാൻ ഗാഫിറാണ്, ഞാൻ സമീആണ്, ഞാൻ അലീമാണ്,
ഞാൻ റഹ്മാനാണ് റഹീമാണെന്ന് പറയാനല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത് അറിയങ്ങൾ? ഞാൻ കരീമാണെന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഫൈദാ സഅലക ഇബാദി, എന്റെ അടിമ എന്നെപ്പറ്റി ചോദിച്ചാൽ നീ പറയണം ഞാൻ റഹ്മാനാണെന്ന് പറയണം, ഞാൻ റഹീമാണെന്ന് പറയണം. അങ്ങനല്ല പറഞ്ഞത്. പിന്നെന്താ? കരീബാണ് എന്ന് പറയണം. ഫൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഖരീബാന്ന് പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഞാൻ ഖരീബാണ് എന്ന് പറയണം. എന്താ ഖരീബ്? ഏറ്റവും അടുത്തവൻ. അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അടുപ്പിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചില ആൾക്കാരെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് അടുപ്പിക്കണ്ട. അടുത്തോനെഞ്ഞതിനും അടുപ്പിക്കണ്. ഒരാൾ ഏറ്റവും അടുത്തിരിക്കുക, കാലും ചുമലൊക്കെ ചേർത്ത് വെച്ച് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഒന്നുകൂടെ അടുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹ് പറയാണെന്ത്? എന്നിലേക്ക് അടുപ്പിക്കാൻ ഇനി ആരും വേണ്ട. അടുപ്പിക്കുന്നിടത്ത പ്രശ്നം. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മധ്യവർത്തികളെ വെച്ചു. അതാണ് ശിർക്ക്. അതുകൊണ്ട് എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ പറയണം കരീബാണ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിക്കാൻ, ചോദിക്കുന്നവൻ ഞാനത് കൊടുക്കും. ഉജീബു, ഉത്തരം കൊടുക്കും. ഉജീബു, ഞാൻ ഉത്തരം കൊടുക്കും. അള്ളാഹ് പറയാ ദഅവത്ത ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഇദാ ദഅനി, അവൻ എന്നോട് പ്രാർത്ഥിക്കണം. എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. സഹോദരങ്ങളെ, എത്ര വലിയ സന്തോഷ വാർത്തയാണ് അള്ളാഹു ഖുർആനിലൂടെ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഒരിക്കൽ ഒരു യുദ്ധം നടക്കും. ഒരു യുദ്ധത്തിന് ശേഷം മഹാനായ ഉമർ ഖത്താബ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചൊരു ഹദീസാണ്. ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ രണ്ടാമത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം പറയാണ്, ഒരു യുദ്ധം കഴിഞ്ഞതിന് ശേഷം കുറെ ആളുകളെ, പടയാളികളെ പിടിച്ചുകൊണ്ടുവന്നു. അപ്പൊ നബിയും സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഒരു പെണ്ണ്, ഒരു സ്ത്രീ ആകെ വെപ്രാളപ്പെട്ട് ബേജാറായി ഇങ്ങനെ ഓടി നടക്കണത് നബിയും സഹാബത്തും കാണുകയാണ്. ആകെ വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയാണ് ആ പെണ്ണ്. അപ്പൊ ചോദിച്ചു, എന്താണ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി നടക്കണത്? ആ പെണ്ണിന്റെ ചെറിയ കുട്ടിയെ കാണാനില്ല. നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പെണ്ണിന്. യുദ്ധത്തിന്റെ ബഹളപരമായ അവസ്ഥകളൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ ആ പെണ്ണിന്റെ കുട്ടി എവിടെയോ കാണാതായിപ്പോയി. ചെറിയ കുട്ടിയാ. ആ കുട്ടിയെ തെരഞ്ഞു നടക്കാണ്. കുട്ടി കൊല്ലപ്പെട്ടോ, കുട്ടി നഷ്ടപ്പെട്ടോ, കുട്ടി എവിടെ പോയി ഒന്നും അറിയില്ല. ആ കുട്ടിയെ തെരഞ്ഞിങ്ങനെ നടക്കുകയാണ്. എല്ലാവരും കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം ആ ഉമ്മക്ക് ആ കുട്ടിയെ കിട്ടുകയാണ്. ആ കുട്ടിയെ കിട്ടുന്ന രംഗം സഹാബത്ത് ഇങ്ങനെ കാണുക. നബി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ആ ഉമ്മാക്ക് നഷ്ടപ്പെട്ട കുട്ടിയെ കിട്ടുന്ന രംഗം. ആ കുട്ടിയെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് കരഞ്ഞുകൊണ്ട് ചുംബനം നൽകി. ഹദീസിൽ പറയാണ്, മാറിടത്തിലേക്ക് ആ കുട്ടിയെ വെച്ച് മുലപ്പാൽ കൊടുക്കുകയാണ്. ആ മുല കൊടുക്കുന്ന കുട്ടിയെ ചൂണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സഹാബത്തിനോടൊരു ചോദ്യം ചോദിച്ചു. അത്തുറൗന ആദിഹി ത്വാരിഹത്തൻ വലദഹ ഫിന്നാർ. നിങ്ങൾ കണ്ടില്ലേ ആ സ്നേഹം? ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം. ആ ഉമ്മ ആ കുട്ടിയെ ഒരു നരകത്തി, ഒരു തീക്കുണ്ടാരത്തിലേക്ക് എറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഉമ്മ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ആ ഉമ്മ ആ കുട്ടിയെ ഒരു തീയുള്ള ഒരു സ്ഥലത്തേക്ക്, ഒരു തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, റസൂലെ, ഒരിക്കലും അമ്മ അത് ചെയ്യൂല. കാരണം ഉമ്മക്ക് കുട്ടിയോടുള്ള സ്നേഹം ഞങ്ങൾ കാണുന്നുണ്ട്. തെരഞ്ഞു നടക്കുന്നതും കാണാതായപ്പം ഉണ്ടായ വിഷമങ്ങളും ബേജാറും കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷ വായ്പകളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ആ ഉമ്മ അത് ചെയ്യൂല. അപ്പൊ റസൂല പറയാ, എന്നാ കേട്ടോളൂ, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ആദിഹി ബിവലദിഹ. റഹ്മാനായ റബ്ബ് ആ സ്ത്രീ തന്റെ കുഞ്ഞിനോടുള്ള കരുണയുണ്ടല്ലോ, ആ കുഞ്ഞിനോടുള്ള കരുണയേക്കാൾ അള്ളാഹു തന്റെ അടിമയോട് കൂടുതൽ കരുണയുള്ളവനാണ്. നിങ്ങൾ മനസ്സിലാക്കണം. റബ്ബിന് ആ ഉമ്മാക്ക് കുട്ടിയോടുള്ളതിനേക്കാൾ അള്ളാഹിന്റെ അടിമയോട് അള്ളാഹ് ഏറ്റവും കരുണയുള്ളവനാണ്, ഏറ്റവും സ്നേഹമുള്ളവനാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം? അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ വേറൊരാളും വേണ്ട. നമ്മളെ സങ്കടങ്ങൾ പറയാൻ, നമ്മളെ വേവലാതികൾ പറയാൻ, പ്രശ്നങ്ങൾ പറയാൻ.
സഹോദരങ്ങൾ, അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും അത് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മര്യാദകളിൽ ഒന്നാമത്തെ മര്യാദ നമ്മൾ നശിപ്പിച്ചവരായിരിക്കും. ആ മര്യാദ കെട്ടവരായി, മര്യാദ നശിപ്പിച്ചവരായി, മര്യാദ പാലിക്കാത്തവരായി നമ്മൾ മാറും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തവരായി നമ്മൾ മാറും. അതിലും വലിയ ഒരു ദൗർഭാഗ്യം ഒരു വിശ്വാസിക്ക് വേറെയില്ല. ഖുൽമായ ഉബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. ഖുർആനിന്റെ സൂറത്ത് ഫുർഖാൻ അവസാനത്തെ ആയത്ത്, അള്ളാഹു നിങ്ങളെ പരിഗണിക്കുന്നത് നിങ്ങളുടെ ദുആ കൊണ്ട് മാത്രമാണ്. നിങ്ങളെ ദുആ ഇല്ല എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? സഹോദരങ്ങളെ, പരിഗണിക്കപ്പെടാതെ പോകും, പരിഗണന ലഭിക്കാതെ പോകും. അതുകൊണ്ട് പ്രാർത്ഥന അതിൻ്റെ മര്യാദ അനുസരിച്ചായിരിക്കണം. ഒന്നാമത്തെ മര്യാദ ഇഖ്ലാസാണ്. ആ ഇഖ്ലാസ് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് അടുക്കുന്ന അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവൻ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിച്ചു മരിക്കാൻ, മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ മര്യാദ, 12 മര്യാദകളുണ്ട്. രണ്ടാമത്തെ മര്യാദ അൻ യദുഉല്ലാഹ വഹുവ ത്വാഹിറുൻ. പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധി ഉണ്ടാവുക എന്നതാണ്. ശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുക. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബി മൂസ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ജീവിച്ചിരിക്കുന്ന നബിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅ റസൂൽ ബിമാഇൻ ഫതവല്ല. അപ്പോൾ റസൂൽ വേഗണ്ട് എന്നാ റെഡി എന്ന് പറഞ്ഞ ദ്വാരക്കല്ല ചെയ്തത്. നബി വുളു ചെയ്യാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം കൊണ്ടുവന്നു. വുളു ചെയ്തതിന് ശേഷം ഫതവല്ല വറഫഅ യദൈഹി, കൈ ഉയർത്തിയിട്ട് നബി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ട ഒന്നാണ് വുളുവോടുകൂടി പ്രാർത്ഥിക്കുക എന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ വുളു ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. വുളു ചെയ്തിട്ട് പ്രാർത്ഥിക്കുക. ചില പ്രാർത്ഥന 2 റക്അത്ത് നിസ്കരിച്ചിട്ടായിരിക്കണം. അങ്ങനെയുണ്ട്. ദുആക്ക് പലതുണ്ട്. ഇസ്തിഖാറത്തിൻ്റെ ദുആ എപ്പോഴാ? ഇസ്തിഖാറത്തിൻ്റെ ദുആ 2 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് പ്രാർത്ഥിക്കേണ്ടി. നിസ്കരിക്കണം, ആദ്യം വുളു ചെയ്യണം. അപ്പോൾ വുളു ചെയ്യുക എന്നത്, ശുദ്ധിയാവുക എന്നത്, വലിയ അശുദ്ധിയുള്ള ആളുകൾ കുളിച്ച് വൃത്തിയാവുക, ചെറിയ അശുദ്ധിയാണെങ്കിൽ വുളു ചെയ്യുക, എന്നിട്ട് ദുആ ചെയ്യുക. അത് ദുആയുടെ ഒരു മര്യാദയാണ്. എന്നാൽ എല്ലാ സ്ഥലത്തും നമുക്ക് ദുആ ചെയ്തിട്ടേ പ്രാർത്ഥിക്കാം, വുളു ചെയ്തിട്ടേ ദുആ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നില്ലല്ലോ. അത് പറ്റാത്ത സ്ഥലങ്ങളുണ്ടാകും. അവിടെ എനിക്ക് വുളു ഇല്ലാന്ന് പറഞ്ഞ് ദുആ ചെയ്യാതിരിക്കണം എന്നല്ല പറഞ്ഞത്. ഒരു അപകടം പറ്റി പെട്ടെന്നൊരു ദുരന്തം കാണുക, റഹ്മാനായ റബ്ബേ രക്ഷിക്ക റബ്ബേ, കാവലിനെ കൊണ്ട് റബ്ബേ എന്ന് ചോദിക്കണം. പ്രാർത്ഥനയാണ്. അവിടെ വുളു ചെയ്യണം എന്നല്ല പറഞ്ഞത്. മറിച്ച് സാധാരണഗതിയിൽ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതൊരു ഇബാദത്താണ്. അതുകൊണ്ട് വുളൂ ചെയ്ത് ഒരുങ്ങിയിരിക്കുക. അത് അതിൻ്റെ മര്യാദയിൽപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ഖുത്ബയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നന്നായി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ബഷീർ സാഹിബിൻ്റെ പേരക്കുട്ടി 7 വയസ്സുള്ള മകളാണ്. കൈക്ക് കുറച്ച് മുമ്പ് ഒരു അപകടം പറ്റി, കൈയിൻ്റെ എല്ല് പൊട്ടിപ്പോയി. സർജറി കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ കയ്യ് അത് ആകെ വളഞ്ഞിരിക്കുന്നതായിട്ട്, സർജറി ശരിയായിട്ടില്ല. കുറച്ച് പ്രായമായി, ഇപ്പോൾ 7 വയസ്സായി. ഇപ്പോൾ ആ എല്ല് പൊട്ടിച്ചതിന് ശേഷം, എല്ല് പൊട്ടിച്ച് 2ാമത് സർജറി ചെയ്യണം. തിങ്കളാഴ്ച സർജറി ചെയ്യാണ്. പൊന്നുമകൾ 7 വയസ്സാണ് പ്രായം. പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി. അള്ളാഹു തആല പൂർണ്ണമായും ശിഫായിനെ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു വേദന ലഘൂകരിച്ചു കൊടുക്കട്ടെ. ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ പൊന്നുമക്കളെ അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ. നമ്മുടെ ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് 6 ആളായിട്ടുണ്ട് ഒരു കന്നിന്. ഒരാൾ കൂടി ആയാൽ ഒരു
ആളുകൾ ഷെയർ കൂടിയ ഒരു കണ്ണാകും. പിന്നീടുള്ളത് 7 ആളുകൾ കൂടി, അല്ലെങ്കിൽ ഏറ്റവും പരമാവധി പോയാൽ ആ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളിലും പങ്കാളികളാകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിർ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അതിഖ് റിഖാബനാ മിനൻ നാർ. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ ودمر أعداءك وأعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر